ക്ഷേത്രങ്ങളിലെ നിത്യപൂജയും ചടങ്ങുകളും ഉത്സവങ്ങളും നടത്തുന്നതിൽ രാഷ്ട്രീയത്തിനൊരു പങ്കുമില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് PG അജിത് കുമാറും ജസ്റ്റിസ് അനിൽ K നരേന്ദ്രനും അടങ്ങുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾക്ക് ഒന്നും കാവിക്കൊടി ഉപയോഗിക്കരുത്, കാവി നിറത്തിലുള്ള അലങ്കാര വസ്തുക്കളൊന്നും ഉപയോഗിക്കരുത് എന്ന് ഉത്തരവിറക്കിയ ഒരു സർക്കാർ. കടക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ സ്റ്റേജിൽ DYFIയുടെയും CPIMന്റെയും കൊടി നാട്ടി പാർട്ടി ഗാനം ആലപിച്ച ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകണം. ക്ഷേത്ര ചടങ്ങുകൾ നടക്കുന്ന ഒരിടത്ത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെയും അവരുടെ യുവജന സംഘടനയുടെയും കൊടി കെട്ടുക എന്നത് ഹൈക്കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ്. പാർട്ടിക്കാർക്കും ക്ഷേത്ര കമ്മിറ്റിക്കാർക്കുമെതിരെ കേസെടുക്കണം. കാവിക്കൊടി എന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടേത് മാത്രമല്ല. അതുപോലെ ചുവന്ന തുണിയും ഒരു പാർട്ടിയുടെ മാത്രമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല. തെയ്യവും വെളിച്ചപ്പാടും ഒക്കെ ചുവന്ന പട്ടുടുത്താണ് എത്തുന്നത്. എന്നാൽ അതുപോലെയല്ല പാർട്ടി പേരും ചിഹ്നവും ഒക്കെയുള്ള ഔദ്യോഗിക പാർട്ടി കൊടികൾ, ചിഹ്നങ്ങളൊക്കെ ക്ഷേത്രമുറ്റത്ത് പ്രദർശിപ്പിക്കുന്നത്. ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ DYFIയുടെ പേരെഴുതിയ കൊടികളും തോരണങ്ങളും ഉപയോഗിക്കുന്നവർ എന്തുകൊണ്ട് അന്യമത ആരാധനാലയങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താൻ ധൈര്യം കാണിക്കുന്നില്ല? ഒരു വശത്ത് ക്ഷേത്രമുറ്റത്ത് നോമ്പുതുറയും ഇഫ്താറുമൊക്കെ നടത്തി മതേതര ഗീർവാണം അടിക്കുകയും മറുവശത്ത് ഹൈക്കോടതി നിർദ്ദേശത്തെ പോലും മറികടന്ന് വിശ്വാസികൾ പിരിവിട്ട് നൽകിയ കാശെടുത്ത് ഉപയോഗിച്ച് ക്ഷേത്രങ്ങളെ നിരീശ്വരവാദ പ്രത്യയശാസ്ത്രത്തിനായി രാഷ്ട്രീയ ദുരുപയോഗം നടത്തുകയാണ്. ഇത് വോട്ട് ലക്ഷ്യം മുൻനിർത്തി ആരെയെങ്കിലും ഒക്കെ തൃപ്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. പാർട്ടി കോട്ടയാണ് കടക്കൽ. അവിടെ ഞങ്ങൾക്ക് എന്ത് ധിക്കാരവും കാട്ടാമെന്ന വെല്ലുവിളിയാണ് മുഴക്കുന്നത്. ദേവസ്വം ഭരിക്കുന്ന CPM നേതൃത്വത്തിന്റെ ഔദ്യോഗിക നിലപാടാണോ ഇതെന്ന് വ്യക്തമാക്കട്ടെ. ഇതുപോലെയുള്ള സാമൂഹിക വിരുദ്ധർക്കും ഭൗതികവാദികൾക്കും നിരീശ്വരവാദികൾക്കുമൊക്കെ ഭക്തരുടെ ചിലവിൽ ആശയപ്രചരണം നടത്താനുള്ള ഇടങ്ങളല്ല ക്ഷേത്രോത്സവങ്ങൾ. അതൊക്കെ വല്ല ബക്കറ്റും എടുത്ത് പിരിച്ചിട്ട് ആ പടിക്കെട്ടിനപ്പുറം നടത്തിയാൽ മതിയാകും. ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ വിമുക്തമാക്കണം. എല്ലാ പാർട്ടികളിലുമുള്ള ആളുകളിൽ നിന്ന് പിരിവ് വാങ്ങി ഇതുപോലെയുള്ള കോപ്രായം കാണിക്കാൻ ആരെയും അനുവദിക്കരുത്. പരാതി നൽകണം, കേസെടുപ്പിക്കണം. സഖാക്കൾ ക്ഷേത്രഭരണം നടത്തിയാലുള്ള അവസ്ഥ